ചെയർമാനും യോഗത്തിന്റെ അധ്യക്ഷനുമായ അബ്ദുൽ ഖാദർ പനക്കാട്ട്, സണ്ണി ജോസഫ് അവരുടെയും വിശിഷ്ടാതിഥി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷാജിദ് മാസ്റ്ററെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് വേദിയിലുള്ള എല്ലാവരെയും MLA അഭ്യർത്ഥന മാനിച്ച് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഷാജിദ് മാസ്റ്റർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രശസ്ത വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ മുന്നിലുള്ള ബഹുമാന്യരായ ഇരുവട്ടം നേതാക്കളുമുണ്ട്. ഇവിടെ നമ്മുടെ കിയാൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ അധ്യക്ഷ പ്രസംഗം ഒരു ചടങ്ങ് മാത്രമാണ്. ഇപ്പം ദീർഘമായിട്ട് സംസാരിക്കാനുണ്ട്, വിശദമായിട്ട് നമ്മൾ എന്തിന് വേണ്ടിയാണോ ഇവിടെ ഇന്ന് കൂടിയിട്ടുള്ളത് അത് നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് പൂർണ്ണ ബോധ്യത്തോടെ. പക്ഷേ നമ്മുടെ ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് സണ്ണി ജോസഫ് അല്ല, സജി ജോസഫ്. കഴിഞ്ഞ അസംബ്ലിയിൽ നമ്മൾ ആവശ്യപ്പെട്ട് എഴുതി കൊടുത്തതിനപ്പുറം അദ്ദേഹം ഇത്ര സമന്വയമായിട്ട് അവിടെ അവതരിപ്പിക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. റിയലി ഗ്രേറ്റ് അപ്രിസിയേഷൻ ആൻഡ് ബിഗ് സല്യൂട്ട്. അദ്ദേഹം ആ രീതിയിൽ അവിടെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് മറ്റൊരു MLA ആണ്, അതായത് കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു MLA ആണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ സാർ, നിങ്ങൾ കേൾക്കാനുള്ളത്. ഞാൻ അധികം അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു പ്രസംഗത്തിന്റെ രൂപത്തിലല്ല, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ണൂർ എയർപോർട്ടിന്റെ ഒരു വിഘടിത ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ എയർപോർട്ട് ഇന്ന് 6ാം വാർഷികം ആഘോഷിക്കുകയാണ്. അവിടെ കേക്ക് മുറിച്ച് കട്ട് ചെയ്തിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കരിദിനമാണോ പ്രതിഷേധ ദിനമാണോ എന്ന് സംഘടിപ്പിക്കുന്നതെന്ന് ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട എന്ന് ആമുഖത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ 6 വർഷം കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഇത് കണ്ണൂരിൽ നിന്നല്ല, നോർത്ത് മലബാറിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരുപറ്റം നേതാക്കന്മാരും പ്രവർത്തകരും വർഷങ്ങളോളം 15 വർഷത്തിനപ്പുറത്തായിട്ട് ആ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, അങ്ങനെ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു എയർപോർട്ട് 6ാം വാർഷികം ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. അതേ ദിവസം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾ കേക്ക് മുറിക്കാതെ സംരക്ഷണ ദിനമാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. ഈ എയർപോർട്ടിന്റെ കിയാൽ അഡ്മിനിസ്ട്രേറ്റീവ് കൊളാപ്സ് ആണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അക്കമിട്ടിട്ട് തെളിവുകൾ സഹിതം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ കഴിഞ്ഞ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ സുഹൃത്ത് പറഞ്ഞു, ഈ കഴിഞ്ഞ AGM 23/9 ഓൺലൈനായിട്ടാണ് AGM നടത്തിയിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്നാണ് ഈ ഒരു കൂട്ടായ്മക്ക് രൂപം കൊടുക്കാനുള്ള കാരണം തന്നെ ഈ പ്രാവശ്യത്തെ AGM ആണ് എന്ന് നാം മനസ്സിലാക്കുക. ഇപ്പൊ പറയും 6 വർഷമായി, ഇപ്പോഴാണ് ഈ കൂട്ടായ്മ വന്നത്. എല്ലാവരും വർഷത്തിൽ ഒരിക്കലുള്ള AGM, കോവിഡിന്റെ കാലത്ത് AGM ഫിസിക്കലി നിർത്തി ഓൺലൈനായി. ഈ പ്രാവശ്യവും കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്പനി ആക്ടിന്റെ നിർദ്ദേശപ്രകാരം അത് ഓൺലൈൻ ആക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അതിനെ നാം ചോദ്യം ചെയ്യുന്നില്ല. അവിടെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മറ്റേ നമ്മളെ കൂടെയുള്ള ആളുകൾ തന്നെ ചോദ്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിനെ ചെവിക്കൊള്ളാതെ ഒരു ചോദ്യം പോലും അനുവദിക്കാതെ 20 മിനിറ്റിനുള്ളിൽ അതിൻ്റെ അടുത്ത് പവർ ഫെയിലിയറുമായിട്ടുള്ള ഒരു ഇതോട് കൂടിയിട്ടുള്ള AGM ആണ് കഴിഞ്ഞത്. അവിടെ 2 വ്യക്തികൾക്കാണ് ചോദ്യം ചെയ്യാനുള്ള അവസരം കൊടുത്തത്. അവർ രൂപീകരിച്ചു. അതിന്റെ എൻഡോ കമ്മിറ്റിന്റെ ഒരു ചെയർമാൻ എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. MD-ന് 2023 എന്നിട്ട് മാർച്ച്, ഇതാണ് മനസ്സിലാക്കാറുണ്ട്. നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴാണ്? മാർച്ച് 31 ഒരു നെക്സ്റ്റ് AGM-ൽ വരേണ്ടത്. എന്നിട്ട് AGM-ൽ കഴിഞ്ഞ അതൊക്കെ നവംബറിലാണ് അദ്ദേഹത്തിന് 38.1. അത് വേറൊന്ന് അതിന്റെ അത്ഭുതമായിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയിൽ അദ്ദേഹത്തിന് ആ GOV ഡേറ്റ് ഈസ് 4th July 2024.
4th ജൂലൈക്ക് ഗവൺമെന്റ് ഇറക്കുമ്പോഴും 38 നിന്ന് 50.16 ലക്ഷമാക്കി ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അതിന്റെ ചങ്കൂറ്റം ഒരു MD ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്രയോ ഒക്കെ ഗവൺമെന്റ് ജിയോ വഴിയാണ് വന്നത്. എന്നിട്ട് അത് ഗവൺമെന്റിൻ്റെതല്ല. ഗവൺമെന്റിൻ്റെതാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മളിവിടെ ഒരു പബ്ലിക് സ്റ്റേജിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് അനീതിയാണ്, അക്രമമാണ്. സ്ഥാപനത്തിന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ സാധാരണക്കാർക്കും ചോദിക്കാനുള്ള അവകാശം. അതില് കണ്ണൂരിലുള്ള 1338 അതില് കേരള ഇതര സ്ഥാപനത്തിൽ കൂടി മൊത്തം 65% ഷെയർ ഈ കമ്പനിയിൽ ഉള്ള. അത് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അതിനെപ്പറ്റി നടത്തുന്നില്ല. അതാത് കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കും ഇതിന്റെ ചെയർമാൻ. ആൾക്കാരുണ്ട്, മിസ്റ്റർ മാധവൻ നമ്പ്യാർ ആൻഡ് പാർവതി അമ്മ. ഇവരാരാണെന്നോ ഒരു അധികാരമില്ല എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ. ഇപ്പൊ മുഴുക്കടിയില് കാനറ ബാങ്കിന്റെ കൺസോർട്ടിയം അക്കൗണ്ട് ആയിട്ട് നിൽക്കുകയാണ്. കൺസോർട്ടിയത്തിന് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കമ്പനി ബോംബെയില് 70 കോടി രൂപയുടെ ലോണിന് ലെറ്റർ എന്തെങ്കിലും കാരണത്താൽ പോയാല് കേരള ഗവൺമെന്റിന് നിക്ഷിപ്തമായ ഷെയർ. ഞാൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ അങ്ങനെ എപ്പോഴും അവകാശപ്പെടുന്നത് ഏത് സദസ്സിലും പോയാൽ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേംബർ ഓഫ് കോമേഴ്സിൽ നോംടൗണിൽ ഒരു പരിപാടിയുണ്ട്, പറയുന്നില്ല. അപ്പൊ അത് അദ്ദേഹമാണോ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്? നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ സിവിൽ ഏവിയേഷൻ മന്ത്രി പ്രതിനിധി സംഘത്തോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യം. നിങ്ങൾ എത്ര MP-മാര് കണ്ണൂരിലുള്ള ഒരുപാട് വിദേശ വിമാന കമ്പനികൾ വരും, ടിക്കറ്റിന്റെ കുറയും, കണ്ണൂരിന്റെ അഭിവൃദ്ധി. അപ്പൊ അത് ഒരു വ്യക്തിയുടെ നേട്ടമായി അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾ ഇനി ഈ പ്രാവശ്യത്തെ കണക്കുകൾ അവതരിപ്പിക്കും. നമ്മളൊരു പാസഞ്ചർ പോകുമ്പോൾ പ്ലെയിൻ ടിക്കറ്റ് എടുക്കും. നമ്മളിപ്പോ ഒരു 25,000 ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, നമ്മളൊരു പാസഞ്ചർ പോകുമ്പോൾ പ്ലെയിൻ ടിക്കറ്റ് എടുക്കും. നമ്മളിപ്പോ ഒരു 25,000 മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും സാമ്പത്തിക സ്ഥിതിയുമെല്ലാം ആർജിക്കാൻ ഇപ്പൊ 40 വർഷത്തിലേറെ വിദേശത്തുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക്, വിവിധ കമ്പനികളുടെ ഉന്നത സ്ഥാനങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, നാടിന്റെ ഒരു പൊതു ആവശ്യത്തെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കണ്ണൂര് വിമാനത്താവള കമ്പനിയുടെ ഓഹരി ഉടമകളായിട്ട് നമ്മൾ ആളുകൾ മാറിയിട്ടുള്ളത്. അതില് അവർക്കുള്ള അവകാശങ്ങൾ സത്യത്തിൽ അത് അംഗീകരിക്കാൻ ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി തയ്യാറാവുക തന്നെ വേണം. കേവലം ഒരു MD അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളെയും നടപടികളെയും അതേപടി അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഡിമാൻഡ്, വാർഷിക പൊതുയോഗങ്ങൾ ഇതിലെ ഓഹരി ഉടമകളുടെ പങ്കാളിത്തത്തോടെ തന്നെ നേരിട്ട് നടത്തണം. കോവിഡും പ്രതിസന്ധിയും എല്ലാം കഴിഞ്ഞു. നിയമസഭയും പാർലമെന്റും ജില്ലാ വികസന സമിതി യോഗവും പാർട്ടി സമ്മേളനങ്ങളും ഇപ്പൊ ഈ മീറ്റിംഗ് തന്നെ നമുക്കറിയാം, അത് ഓൺലൈൻ അല്ല. സ്കൂളുകളെ ക്ലാസ്സുകളും കോളേജിലും എല്ലാം വിദ്യാഭ്യാസ മേഖലയും എല്ലാം ഇന്ന് നേരിട്ടുള്ള സംഭാഷണങ്ങളാണ്. അതുകൊണ്ട് ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നേരിട്ട് നടത്താതിരിക്കുന്നതിന്റെ കാരണം ഇത് ചടങ്ങിന് വേണ്ടി മാത്രം നടത്തി, പേരിന് വേണ്ടി തട്ടിക്കൂട്ടൽ വാർഷിക പൊതുയോഗങ്ങളാക്കി നടത്തിയിട്ട് ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർഷിക പൊതുയോഗങ്ങൾ നല്ല നിലയിൽ നടത്താത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്ഭുതകരമാണ്. ഇതിന്റെ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ MD-ക്ക് നാട്ടിലെങ്ങുമില്ലാത്ത, നമ്മുടെ ചീഫ് സെക്രട്ടറിക്കോ DGP-ക്കോ ഇല്ലാത്ത തരത്തിൽ ഒരു ശമ്പള വർധനവ് ആ സർക്കാർ ഉത്തരവിലൂടെയാണ്. ഇതൊരു സർക്കാർ സ്ഥാപനമല്ല എന്ന് CAG ഓഡിറ്റിന്റെ കാര്യത്തിൽ വാദിക്കുന്ന ആളുകൾ, ഇതൊരു സർക്കാർ സ്ഥാപനമേ അല്ല എന്ന് വിവരാവകാശ നിയമത്തിന് ഈ പ്രസ്ഥാനം വിധേയമാണ് എന്ന നിലപാടിനെ എതിർക്കുന്ന ആളുകൾ വാദിക്കുമ്പോൾ, ഇതിലൂടെ പറഞ്ഞതുപോലെ ഇതിന്റെ MD-യുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് സർക്കാരാണ്. സ്വകാര്യ വ്യക്തികളെയും പലരെയും ഇതിന്റെ ബോർഡംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്യുന്നത് സർക്കാരാണ് എങ്കിൽ അഡ്മിറ്റഡ്ലി ആൻഡ് എവിഡൻലി
തർക്കമില്ലാതെ സമ്മതിക്കുന്ന കാര്യം, തെളിവ് വളരെ വ്യക്തമായ തെളിവുകളുള്ള കാര്യം, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇതിന് ഓഡിറ്റിംഗ് ആവശ്യമാണ്. CNBയുടെ ഓഡിറ്റിംഗ് എന്തുകൊണ്ട് ഭയപ്പെടുന്നു? നമ്മുടെ ഒരു കാര്യം, ഒരു സ്ഥാപനം, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുള്ള ഒരു സ്ഥാപനം, ഒരു വിമാന കമ്പനി, അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് CNBക്ക് ഒരു ഓഡിറ്റ് നടത്താനുള്ള അവസരം സത്യത്തിൽ ഈ കമ്പനി ആവശ്യപ്പെടുകയാണ്. ഉപാധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വിയർപ്പും അധ്വാനവും അവിടെ നിക്ഷേപിച്ച് ഇത്തരമൊരു സംരക്ഷ ദിനം ആചരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയ ആളുകൾ ഇവരുടെ വികാരം ഉൾക്കൊള്ളണമെന്നാണ് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത്. ഇവിടെ ഇന്ന് സംഗമിച്ചത് ആ കുടുംബത്തിലെ ഒരു നാഥനാണെങ്കിൽ വരും നാളുകളിൽ ഇവരുടെ കുടുംബവും തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഈ എയർപോർട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണ്ടാക്കരുത് എന്നാണ് ഈ അവസരത്തിൽ വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. ഇവരുടെ വിയർപ്പാണ് നിങ്ങളിരിക്കുന്ന MD കസേരയും നിങ്ങൾ ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ശമ്പളവും എന്ന് ഇതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവകാശ പോരാട്ടത്തിൽ നിങ്ങളുടെ മുതല് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ജീവിതകാലത്ത് സമ്പാദിച്ച ഒരു സമ്പാദ്യം ഒരു നാടിന്റെ വികസനം ആഗ്രഹിച്ച്, ഒരു നാടിന്റെ പുരോഗതി ആഗ്രഹിച്ച് രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി നിക്ഷേപിച്ചപ്പോൾ അത് കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായ ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പൊരുവയിലത്ത് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഈ പോരാട്ടത്തിനിറങ്ങിയ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവിധ പിന്തുണയും വരും നാളുകളിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടത്തിനും എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും പൂർണ്ണ പിന്തുണയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, നമ്മളൊരു സംഘടന എന്ന രീതിയിൽ നമുക്ക് രൂപീകരിക്കാൻ ഇടയായ സാഹചര്യം പോലും ഇത്തരത്തിലെ ക്രമക്കേടിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നതാണ്. അതിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നേരത്തെ ഒക്കെ പറയും. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ വീക്ഷണമില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾ അറിയണമില്ല, 2019 അതിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് CSR. നിങ്ങൾ പരിശോധിച്ച മനസ്സിലായി 2019 CSR വേണമെന്ന് പറഞ്ഞു. CSR എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, നമ്മുടെ പുതിയതിലുണ്ട്. പുതിയ കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയർമാൻ അതിൻ്റെ ഒരു മന്ത്രിയാണ്, പിന്നെ 3 ഡയറക്ടർമാർസാണ്. പക്ഷെ കമ്പനി ആക്ട് പ്രകാരം, നമ്മുടെ കമ്പനി 2013 കമ്പനി ആക്ട് പ്രകാരമാണ് KRന്റെ മറ്റുള്ള ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഒക്കെ രൂപപ്പെടുത്തിയത്. ഇതിനൊക്കെ വിരുദ്ധമായ രീതിയിലാണ് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മുടെ കമ്പനി ഒരു വ്യവസ്ഥ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. 2017 തന്നെ കേരള ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് ഉത്തരവാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ആനുവൽ റിപ്പോർട്ട് നമ്മുടെ നിയമസഭ മുമ്പാകെ സമർപ്പിക്കണം. ഇതിന് ലംഘിക്കുന്നൊരവസ്ഥയാണത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വ്യത്യസ്തമായ അവർ നിലപാടുകൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്ന് അറിയില്ല, ഇതിന് പ്രധാനമായിട്ട് സഹായിക്കേണ്ട HR വിഭാഗത്തിലെ ഹെഡ് സസ്പെൻഷനിലാണ്. കമേഴ്ഷ്യൽ വിഭാഗത്തിൻ്റെ ആളുകൾ സസ്പെൻഷനിലാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നാൽ അത്തരം കാര്യങ്ങൾ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് HR-ന്റെ ഹെഡിന് സസ്പെൻഷൻ ഏറ്റുവാങ്ങിയിരുന്നത്. ഇത് പ്രോത്സാഹജനകമല്ല എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. നമ്മുടെ അവകാശങ്ങൾ കമ്പനി റൂൾ അനുസരിച്ചുള്ളതാണ്. ഓരോ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവന് അവകാശപ്പെട്ടതാണ് ആ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് റെക്കോർഡുകളായിക്കോട്ടെ മറ്റ് റിപ്പോർട്ടുകളായിക്കോട്ടെ അറിയാനുള്ളത് അവകാശമാണ്. പക്ഷേ അത് അന്വേഷിക്കുമ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതാണ്. വെറുതെ പറയുന്നതല്ല, അതിന് പരാതിപ്പെട്ടപ്പോൾ റിട്ടേണായിട്ട് തന്നെ അവർ
അത് കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓഡിറ്റിൽ ഒന്ന് പരിശോധിക്കണം. ഓഡിറ്റർ റിപ്പോർട്ടിൽ പറഞ്ഞത് നമ്മുടെ CSFന്റെ പോസ്റ്റ് ചെയ്തു ഏകദേശം 613 CSF ആൾക്കാർ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 കോടി രൂപയുടെ അടുത്ത് അവർക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വെച്ചുകൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രിവിലേജ് വന്നത്. അപ്പോൾ ഓഡിറ്റ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്രയും പൈസ കൊടുക്കുന്നത്? ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ ഒരു എയർപോർട്ടിന് സംരക്ഷണം കൊടുക്കുക, അതല്ലേ അവർ വഹിക്കേണ്ടത്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഇന്ന് തർക്കത്തിലായിരിക്കുകയാണ്. CSF കൊടുക്കേണ്ട പൈസ അവരുടെ വാഹനങ്ങൾക്കുള്ള പൈസ ഇവിടെ ബില്ലുകൾ സമയത്തിന് കൊടുക്കാത്തത് കൊണ്ട് പെൻഡിങ് ആണ്. ഇത് ഞാൻ പറയുന്നല്ല, റിപ്പോർട്ട് നോക്കിയാൽ പറയും എന്തുകൊണ്ട് പെൻഡിങ് ആണ്. അതിനേക്കാളും എത്രയോ 10 മടങ്ങ് ബാധ്യത ഇയാൾ അത് നിയമനങ്ങൾ നടക്കുന്നതൊക്കെ ചില ആളുകളുടെ താല്പര്യങ്ങളാണ്. നമ്മളിപ്പോൾ സ്വന്തം ആൾക്കാരെ യോഗ്യത കണക്കാക്കി അവരെ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പിന്നെ കരാർ കൊടുക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നേരത്തെ കിയാൽ നേരിട്ടാണെങ്കിലും ഇപ്പം കുറവ് എന്ന് പറയും. ഇന്നത്തെ പത്രത്തിൽ 64 ലക്ഷം ആൾക്കാർ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾ വരാതെ പോകാൻ പറ്റുമോ? അപ്പോഴാണ് നഷ്ടത്തിൻ്റെ കണക്ക്. കനറ ബാങ്ക്, അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, മറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയിട്ടുള്ള സ്ഥലം അടക്കാത്തത് കൊണ്ട് ആ ലോണിന്റെ ബാധ്യതയും അതിന്റെ ഇൻട്രസ്റ്റും അടക്കം. വിമാനത്താവള അതോറിറ്റി എത്ര ഭീകരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ പൊതുസമൂഹത്തിന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ കാണുന്നുള്ളൂ. ഇതിവിടുത്തെ മാധ്യമങ്ങളായാലും അത്രയേ കാണുന്നുള്ളൂ, പൊതുജനങ്ങളായാലും അത്രയേ കാണുന്നുള്ളൂ, രാഷ്ട്രീയ പാർട്ടികളായാലും അത്രയേ കാണുന്നുള്ളൂ. എല്ലാവരുടെയും മുന്നിൽ ഇപ്പോഴ് ഉള്ള വലിയ പ്രശ്നമെന്ന് പറയുന്നത് POC ആണ്. POC കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ധാരണയിലാണ് മീറ്റിങ്ങിന് വരുമ്പോൾ പോലും എനിക്ക് പോലും ഉണ്ടായിരുന്ന ധാരണ. ആ ധാരണ തിരുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സംരക്ഷണ സമിതിയോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിച്ച ഈ മൗലികമായ പ്രശ്നങ്ങൾ, ഈ വിമാനത്താവളത്തിനകത്ത് നടക്കുന്ന സ്വജനപക്ഷപാതങ്ങളും അതുപോലെ തന്നെ ക്രമരഹിതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള സമീപന രീതികളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബുക്കിലെറ്റ് അച്ചടിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വലിയ പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ബുക്കിലെറ്റ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനൊക്കെ നൽകണം. ആ ബുക്കിലെറ്റ് നമ്മുടെ മാധ്യമങ്ങൾക്ക് മുഴുവൻ നൽകണം. നമ്മുടെ പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ ആ ബുക്കിലെറ്റ് എത്തിച്ചാൽ മാത്രമേ ഈ സംരക്ഷണ ദിനം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. നമ്മൾ മാതൃ സംരക്ഷണ ദിനം ആചരിക്കുന്നത് പോലെ, ശിശുദിനം അല്ലെങ്കിൽ ശിശു സംരക്ഷണ ദിനം ആചരിക്കുന്നത് പോലെ കണ്ണൂർ വിമാനത്താവളത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ദിനം കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ്. 6 വർഷം മുമ്പേ നിങ്ങളുടെയൊക്കെ പോക്കറ്റിലുണ്ടായിരുന്ന പണം രാജ്യ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന സതുദ്ദേശം വെച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നെടുത്ത് ഈ കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെയൊരു അസ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ഗതികേടിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും എന്ന സ്വപ്നത്തിൽ പോലും കരുതാത്തവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു വിപരീതത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ശ്രദ്ധയിൽ അവിടുത്തെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ഗവൺമെന്റിന്റെ തെറ്റായ സമീപന രീതിയെ പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഗവൺമെന്റിനെ തിരുത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സമ്മർദ്ദ ശക്തിയായിട്ട് ഈ നിങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഇതിനിടയിൽ ഒരു കാര്യം പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു 2 മാസം മുമ്പേ മട്ടന്നൂരിലെ വായാന്തോടിൽ ഈ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുന്നതിന് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഏകപാത്ര നാടകം എന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജീവ് ജോസഫ് എന്നായിരുന്നു. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കുറെ കസേരകളൊക്കെ നിരത്തിയിട്ട് ഈ POC
നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു നിരാഹാര സമരം ആരംഭിക്കുകയുണ്ട്. ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടി പോകുന്നവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തില് ഒരുപാട് കയ്യൊപ്പ് ചാർത്തിയവരാണ് നമ്മളൊക്കെ. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചരിത്രത്തില് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മെഴുകുതിരി പോലെ എല്ലാം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പ്രവാസികളുടെ അവരുടെ കഠിനാധ്വാനമാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ നമുക്കറിയാം, ഈ എയർപോർട്ടിൽ 6 കോടി ചില്ലാനം രൂപ എന്റെ നേതൃത്വത്തിൽ ഞാൻ ഇവിടെ സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 15 വർഷത്തോളമായി ഈ പൈസ നമ്മുടെ എയർപോർട്ടിന്റെ വികസനത്തിൽ നമ്മൾ കുറച്ച ഒരുപാട് ആളുകൾ, ഞാൻ മാത്രമല്ല, ഈ എയർപോർട്ടിന്റെ വികസനത്തിൽ ഒരുപാട് ആളുകളുടെ കയ്യൊപ്പ് കൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ളത്. നമ്മളൊന്ന് ആലോചിക്കണം, ഈ കൊച്ചു കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഉള്ള ഒരു എയർപോർട്ട് കണ്ണൂർ എയർപോർട്ടാണ്. ആരോ ചില ലോബികൾ ഈ എയർപോർട്ടിനെ ഗൂഢമായി തകർക്കാനുള്ള ശ്രമം വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഏറ്റവും സൗകര്യമുള്ള എന്താണ് കോൾ പദവി കൊടുക്കാത്തത്? ഞാനും നിങ്ങളും ആലോചിക്കണം, കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു എയർപോർട്ടാണ് ഇന്ന് കണ്ണൂരിലുള്ളത്. ഞാനും നിങ്ങളും ചിന്തിക്കണം, ഇവിടെ കിയാലിന്റെ നേതൃത്വത്തിലുള്ള ഷെയർ ഓണേഴ്സിനെ സംഘടിപ്പിക്കാൻ ഇതിന് ശ്രമം നടത്തിയ ഒരുപാട് ആളുകളുണ്ട്. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും ഒരുപാട് സമരങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ രാജ്യം തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ത്യാഗോചരമായ സമരം നടത്തിയവരാണ് ഞങ്ങൾ. എന്നാൽ ഇതിന്റെ ഓഹരി ഉടമകളിൽ ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ട ഗതികേട് ഞാനും നിങ്ങളും ചിന്തിക്കണം. നമ്മൾ കൊടുത്ത കാശി കടിക്കുന്ന നായയെ വില കൊടുത്ത് വാങ്ങിയ അനുഭവമാണ് ഇതിന്റെ ഓഹരി ഉടമകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാനും നിങ്ങളും ചിന്തിക്കണം, ഒരുപാട് പാവപ്പെട്ട പ്രവാസികളുടെ കഠിനമായ അധ്വാനമുണ്ട്. ഞാൻ യൂസഫ് അലി അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. അവരെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ സാധാരണക്കാരന് വേണ്ടി, ഓഹരിക്ക് വേണ്ടി ഒറ്റയാ നിയമ പോരാട്ടം ഹൈക്കോടതിയിൽ നടത്തിയ ആളാണ് ഞാൻ. ഒറ്റയാൻ പോരാട്ടം കൊച്ചിയിലെ ഹൈക്കോടതിയിലേക്ക് ഒറ്റയാൻ പോരാട്ടം നടത്തിക്കൊണ്ട് 50,000 രൂപ ഓഹരി കുറയ്ക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, പാവപ്പെട്ട പ്രവാസി ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടി പോകുന്നവേ, അവന്റെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത വാഹനം മരിച്ചു കഴിഞ്ഞാൽ പോലും ജീവനില്ലാതെ വരുന്ന അവന്റെ ഒരു അവസ്ഥയുണ്ട്. ഞാനും നിങ്ങൾ ചിന്തിക്കണം, ജീവിക്കാൻ വേണ്ടി പോയവൻ ജീവൻ അവിടെ പൊലിഞ്ഞുകൊണ്ട് അവന്റെ ഡെഡ് ബോഡി വരെ എയർപോർട്ടിലേക്ക് വരുന്ന അവസ്ഥ ഭയാനകമാണ്. ഒരുപാട് ജീവനില്ലാത്ത പ്രവാസികളുടെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ് ഞാനും നിങ്ങൾ ചിന്തിക്കണം. അപ്പം ഈ രാജ്യത്തിന്റെ വികസനത്തിന് കയ്യൊപ്പ് ചാർത്തിയവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരും. ഉത്തര മലബാറിന്റെ വികസനത്തിന് ഉതകുന്നതായ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന നിലയിൽ ഇത് നല്ല നിലയിൽ മുഖ്യധാരയിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തോടും കൂടി ഒരുപാട് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ത്യാഗത്തിന്റെ ഭാഗമാണ് ഈ വിമാനത്താവളം ഇന്ന് നിലവിൽ വരാൻ സാധ്യതമായത്. അതിന്റെ ഭാഗമായി ഇന്ന് ഈ 6ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു സംരക്ഷണ ദിനം ആചരിക്കുവാൻ ഉണ്ടായ സാഹചര്യം നമ്മൾ ഏവരും വിലയിരുത്തേണ്ടതാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് ഈ വിമാനത്താവളത്തിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു വ്യാപാരികൾക്കായാലും വ്യവസായികൾക്കായാലും ഏറ്റവും ഉതകുന്നതായ രീതിയിലുള്ള ഒരു സംരംഭമാണ് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടിരുന്നത്. അതിന് വിപരീതമായ ഒരു രീതിയിലേക്കാണ് ഈ സ്ഥാപനം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അതുമാത്രമല്ല, നമ്മളെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടെ 10-50 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പഴശ്ശി പ്രൊജക്ട് നിലവിൽ വന്നത്. അതിന്റെ അവസ്ഥ ഇപ്പൊ എന്തായി? ഈ നാടിനെ നെടുകെ പീറിക്കൊണ്ടാണ് ആ സംരംഭം പോയത്. ഇന്നും അത് ഒന്നുമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ വിമാനത്താവളത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരും ഈ ഷെയർ ഹോൾഡേഴ്സിനൊപ്പം
എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായി സമിതി മടങ്ങൂർ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്നാൽ പിന്നാമ്പുറത്ത് കർട്ടന് പിറകിൽ നടക്കുന്ന കാര്യങ്ങളുടെ വസ്തുത ഇത്തരം ചില പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മുന്നിലേക്ക് ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA പറഞ്ഞിട്ടുണ്ടായി, ഇത്രയും വിശാലമായ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് അധ്യക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി ഈ കൂട്ടത്തിലുള്ളത് ഞാനാന്ന് തോന്നുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അധ്യക്ഷൻ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ തറച്ചൊരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു എയർപോർട്ടാണ് ഇത് മട്ടന്നൂർ എയർപോർട്ട്. അത് കൃത്യമായി വിനിയോഗിക്കാത്തതിൻ്റെ പേരിൽ മട്ടന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് ഈ മാനേജ്മെന്റ് ഉത്തരവാദിത്തം പറയണം. ഇത്തരത്തിലുള്ള മാനേജ്മെന്റുകളെ നിലക്ക് നിർത്തേണ്ടത് സർക്കാർ അതിനൊരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യണം. ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ലാഭവിഹിതം എന്ന് പറയുന്നത് അവകാശം മാത്രമല്ല, മോട്ടിവേഷനുമാണ്. ലാഭവിഹിതം കൊണ്ട് മാത്രമല്ല, അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് ഉണ്ട്. ചില എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അത്തരം ഇൻവെസ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ കേരളത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ വികസനം കണ്ടുകൊണ്ട് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് എന്തെല്ലാം ബിസിനസ്സുകളുണ്ട്, ഏതെല്ലാം തരത്തിൽ ബിസിനസ് ചെയ്യാം. എന്നിരുന്നാലും നാടിൻ്റെ നന്മയ്ക്ക് പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തുകൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത്തരത്തിലൊരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ, എനിക്ക് വരുന്ന പിന്തലമുറക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ കൃത്യമായും സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള ദുർനടപടികൾക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം. അതുപോലെ തന്നെയാണ് ഒരു ഭാഗത്ത് ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ മറുഭാഗത്ത് ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ പറക്കാനുള്ള സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തുന്നിച്ചേർത്തത് നിങ്ങളാണ്. വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു നടപടികളും പിന്നീടുണ്ടായ കാലഘട്ടങ്ങളിൽ നടന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിമാനത്താവളത്തിലേക്കുള്ള റോഡുകൾ, വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ, പിന്നെ ഒഴിവുകൾ, ഇതൊന്നും ഇല്ലാതെ വിമാനത്താവളം, അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിൽ തന്നെ ഇത്രയും സൗകര്യമുള്ള വിമാനത്താവളം വളരെ ചുരുക്കമാണ്. കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള വിമാനത്താവളം കൂടിയാണ് കണ്ണൂർ. എന്നിട്ടും കണ്ണൂരിനോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ഈ ഷെയർ ഹോൾഡേഴ്സ് നടത്തുന്ന ഈ വലിയ സമരത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അർത്ഥത്തിലും ഉള്ള പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷൻ, ജനറൽ കൺവീനർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഷെയർ ഹോൾഡേഴ്സ്, ഗ്രൂപ്പ് മെമ്പർമാർ, സൗണ്ടൊന്നുമില്ല, കാരണം 4 ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്, ക്ലൈമറ്റ് നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുക. വിഭവസമൃദ്ധമായ ഒരു സംഭവമുണ്ട്. 4 കൂട്ടം പായസവും കഴിച്ചു, അതിൻ്റെ കൂടെ 2 മൈസൂർ പഴവും കഴിച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നതാണ് എൻ്റെ കർത്തവ്യം. അത് കൊടുക്കുകയില്ലെന്ന് പഠിച്ചതാണ്. എന്നാലും നിങ്ങളെല്ലാവരും ഒരുപാട് ദൂരം നിന്നാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരുപാട് പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്തൊരു വ്യക്തിയാണ് എന്നെ സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് നിങ്ങളോടൊക്കെ ഇവിടെ പങ്കെടുത്തവരോടും എല്ലാവർക്കും നന്ദി അറിയിക്കുക എന്നാണ്. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട നഗരപിതാവ് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ട് കാണുന്നില്ല.
അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ളവരാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കിട്ടിയ അറിവ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അസോസിയേഷൻ്റെ ചെയർമാൻ അബ്ദുൽ ഖാദർ പനക്കാട് സാർ അവരോടും ജനറൽ കൺവീനറും നമ്മുടെ പ്രിയ സുഹൃത്തുമായ എൻ്റെ അയൽവാസിയുമായ സിറ്റി സലീംക്കാർക്കും അതുപോലെ സ്റ്റേജിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെയും നമ്മുടെ ഷെയർ അസോസിയേഷൻ ഗ്രൂപ്പിൻ്റെയും ഈ പരിപാടി ഇവിടെ വരാനും എല്ലാവരെയും കാണുവാനും ചാൻസ് ഉണ്ടാക്കിയതിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം നാട്ടുകാരനും ഒരുപാട് മുന്നേ നമുക്കെല്ലാവർക്കും ചെറുപ്പത്തിലെ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് നന്ദിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തും സമൂഹത്തിന് വേണ്ടി ചെയ്തും കണ്ടു പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സലി ജോസഫ് സാർ. അവർക്ക് എൻ്റെയും നമ്മുടെ ഗ്രൂപ്പിൻ്റെയും അസോസിയേഷൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറു പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഭാരത്.